തകർന്നതിനെയൊന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. തകർന്നതിനെയൊന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. മരിച്ചതിനു നിത്യജീവൻ പകർന്നിടാൻ മരണത്തെ ജയിച്ചിമ്മാനുവേൽ. മരിച്ചതിനു നിത്യജീവൻ പകർന്നിടാൻ മരണത്തെ ജയിച്ചിമ്മാനുവേൽ. അസാധ്യങ്ങൾ സാധ്യമാക്കുവാൻ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും നിനക്കായവൻ. അസാധ്യങ്ങൾ സാധ്യമാക്കുവാൻ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും നിനക്കായവൻ. നിന്റെ കഷ്ടത നിന്റെ കണ്ണുനീർ മാറ്റിടുവതിനായി കൈപ്പുനീർനാഥൻ കുടിച്ചില്ലേ, ചാട്ടവാറടിയേറ്റില്ലേ, ചാട്ടവാറടിയേറ്റില്ലേ. തകർന്നതിനെയെന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. ആവശ്യങ്ങൾ അറിഞ്ഞിടുന്നവൻ എന്നും കരുതിടും നിനക്കായി വേണ്ടതൊക്കെയും. ആവശ്യങ്ങൾ അറിഞ്ഞിടുന്നവൻ എന്നും കരുതിടും നിനക്കായി വേണ്ടതൊക്കെയും. നിന്റെ ഭാരങ്ങൾ നിന്നിരാശകൾ നീക്കിടുവതിനായി യേശു മുൾമുടി ധരിച്ചില്ലേ, ഘോരക്കുരിശു ചുമന്നില്ലേ, ഘോരക്കുരിശു ചുമന്നില്ലേ. തകർന്നതിനെയെന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. മുറിവുകൾ സൗഖ്യമാക്കുവാൻ വൈദ്യനായവൻ കൂടെയുണ്ടെന്നും. മുറിവുകൾ സൗഖ്യമാക്കുവാൻ വൈദ്യനായവൻ കൂടെയുണ്ടെന്നും. വേദനയെല്ലാം മായ്ച്ചിടുമവൻ, ഭാരമെല്ലാം നീക്കുമവൻ. ഭാവി അനുഗ്രഹമാക്കിടുവാൻ നിന്നയെല്ലാം സഹിച്ചില്ലേ, നിന്നയെല്ലാം സഹിച്ചില്ലേ. തകർന്നതിനെയെന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. തകർന്നതിനെയെന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? കൊടുത്താൽ കുടിവെള്ളം വാങ്ങാം, ആ പണം കൊടുത്താൽ ആത്മദാഹം തീരുമോ? പണം കൊടുത്താൽ വിഗ്രഹങ്ങൾ വാങ്ങാം,
ശക്തി ലഭിക്കുമോ? ജീവജലം വേണമോ? ദൈവശക്തി വേണമോ? ജീവജലം വേണമോ? ദൈവശക്തി വേണമോ? രക്ഷിതാവിനരികിൽ നീ വാ. യേശുവിനരികിൽ നീ വാ. രക്ഷിതാവിനരികിൽ നീ വാ. യേശുവിനരികിൽ നീ വാ. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? ജീവിതമാകും പെരുവഴി, ജീവിതമാകും പെരുവഴി, പുതിയ പുലരി തേടിയോടും യാത്രക്കാരാ, ഓർക്കുകയും ലോകസുഖം വ്യർത്ഥമല്ലോ, മായയല്ലോ സർവം മായയല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പ്രഭാതം, നല്ലൊരു ദിവസം തന്നതിനായി ഞങ്ങളുടെ ദൈവത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹമേറിയ നല്ല ദിവസത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ ദൈവം ഞങ്ങളെല്ലാവരും ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് സ്തോത്രം. ലോകത്തെങ്കിലും സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കുക എന്നുള്ള നിർബന്ധം ഞങ്ങളുടെ ഓരോരുത്തരും മേൽ കിടക്കുന്നതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ സ്വന്തം ദേശത്തിൽ യേശുവിനെ കുറിച്ചുള്ള സത്പ്രധാനം അറിയിക്കുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളത് അതിൻ്റെ പ്രാരംഭമായി ഈ ദേശത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ദേശനിവാസികൾ, ഞങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചുകൊണ്ട്, ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം ഞങ്ങൾ തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം ഈ സമയം വരെയും ഞങ്ങളെല്ലാവരെയും ആയുസ്സും ആരോഗ്യവും ബലത്തോടെ അത് പരിപാലിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഒരു ദിവസം കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തന്നതാണല്ലോ. ഈ ദിവസത്തിൻ്റെ പ്രാരംഭം മുതൽ ഈ മധ്യാഹ്നം വരെയും അല്ലെങ്കിൽ അവസാനം വരെയും കർത്താവെ ഈ ദേശത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഞങ്ങളുടെ കർത്താവിനെ അറിയുന്നു. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് അങ്ങയുടെ നാമത്തെ വിളിച്ചറിയിപ്പാൻ, ഈ വർത്തമാനം ദേശത്തോട് അറിയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തണം. കർത്താവെ, അനേകര് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഇടയാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മഹത്വം അങ്ങേക്ക് വരുന്നു യേശു ക്രിസ്തുവിൻ വലിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ കാലവും ഈ കൈതമറ്റ നിവാസികളോടൊപ്പം ചേർന്ന് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ രാവിലെ കാലം ദൈവം തന്ന സാവകാശിയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കണം എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം ഇന്ന് പൽക്കാലം ഈ ദേശത്ത് കടന്നു വന്ന് ദൈവദാസന്മാർ ഒരുമിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വൻ സംസാരിപ്പാൻ ദൈവം സാവകാശനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈ ദേശനിവാസികളെ, ഇന്ന് രാവിലെ കഴിഞ്ഞ രാത്രികാലം നമ്മൾ അത്ഭുതമായി കിടന്നുറങ്ങി. ഇന്ന് രാവിലെ കാലം പത്രമെടുത്ത് വായിച്ചപ്പോൾ നമുക്കറിയാം പല തീരുമാനങ്ങളെടുത്ത് കടന്നുറങ്ങിയവർ രാവിലെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായിരുന്നു. നമുക്ക് ഈ ലോകത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും ഉള്ളപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റുവാൻ, പ്രത്യേകം അവൻ്റെ പാവങ്ങളെ മാറ്റുവാൻ ഇന്നേക്ക് 2024 വർഷം മുമ്പ് സ്വർലോകം അടുപ്പകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഈ ലോകത്തിൻ്റെ ആയിരിക്കുന്ന സകല മനുഷ്യരെയും പാപത്തെ ചുമന്നുകൊണ്ട് പിലാത്തോസിൻ്റെ അല്ലെങ്കിൽ അരമനയിൽ വിധിക്കപ്പെട്ട് 3 ആളുകൾ തറയ്ക്കപ്പെട്ട് സ്വർലോകത്തിലേക്ക് കടന്നു പോയ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, എന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ ഞാനിതാ വേഗം വരുന്നുള്ള വാഗ്ദത്തം പ്രകാരം
ഇന്ന് പലകാലം എന്നെ കേൾക്കുന്ന ഈ ദേശവാസികളെ, നാം ഒരു പാപിയാണെന്ന് നാം സമ്മതിക്കുന്നുണ്ടെങ്കിൽ പലരോടും പറയുമ്പോൾ പറയും ഞങ്ങളൊരു പാപം ചെയ്തിട്ടില്ല എന്ന് പലരും പറയും. എന്നാൽ ആദാമ്യ പാപങ്ങൾ ഇന്നും ഓരോ മനുഷ്യ ജീവിതങ്ങളിൽ കടന്നിരിക്കുകയാണ്. മദ്യപാനൊരു പാപമാണ്, വ്യഭിചാരം ഒരു പാപമാണ്. അതുപോലെ അനേക പാപങ്ങളിൽ കിടക്കുന്ന നാം ഓരോരുത്തരും നമ്മൾ പറയും നമുക്ക് പാപമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു പാപം, നിങ്ങൾക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്ന് പൽക്കാലം മാറ്റമില്ലാത്ത ദേശവാസികളോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് പൽക്കാലം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വരകിൽ ഒരു നിത്യരാജ്യം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവമേ, നമ്മുടെ ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും നിത്യത എന്നുള്ള അവകാശം നാം പ്രാപിച്ചില്ലെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യൻ വെറും അരിശൻ മാത്രമാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ ഇന്ന് പൽക്കാലം ഈ ദേശവാസികളുടെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഞങ്ങൾ ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവിക ആലോചന പ്രകാരം ഞങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ മൈക്കിന്റെ പരിധിയിൽ കേൾക്കുന്ന ജനങ്ങൾ ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിത നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ, അല്ലെങ്കിൽ പല സ്ഥലത്തും കൊണ്ടുപോയി മദ്യപാനം നിർത്തുവാൻ പല രീതികളിൽ പലരും നോക്കി നടക്കാതെ വരുമ്പോൾ ഇന്ന് പൽക്കാലമായി ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് കർത്താവേ എനിക്ക് മദ്യപാനം ഇവിടെ നിന്ന് പ്രാപിക്കണമെന്നൊരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഇപ്പൊ കർത്താവിന്റെ ദാസനോട് മാറ്റമില്ലാത്ത വൻ സംസാരിക്കുന്ന സമയത്ത് തന്നെ യേശുവേ എനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, നിങ്ങളൊരു മാറാ രോഗികളാണോ എങ്കിലാ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങൾ യേശുവിനോട് പറഞ്ഞാൽ ഇറങ്ങി വന്ന് നിങ്ങളെ സൗഖ്യമാക്കുന്ന യേശു ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥലത്തെ ആയിരിക്കുന്ന ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പാപം മോചിക്കുവാൻ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആകാശത്തിന്റെ ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിന്റെ നാമല്ലാതെ വേറൊരു നാമമില്ല. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെടുവാനും അവന്റെ പാപത്തിന് മോചനമായി തീരുവാൻ ഇടയായിത്തീരും. ഇത് പൽക്കാലം കർത്താവിന്റെ ദാസനെ ദേശത്തോട് മാറ്റമില്ലാത്തവൻ സംസാരിക്കുമ്പോൾ അല്ലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പൽക്കാലം നാം സമർപ്പിച്ച് കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ ഏത് വിഷയമാണ് ആർക്കും കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത ഏത് വിഷയമാണെങ്കിലും പരിഹരിക്കാൻ കഴിവുള്ളൊരു ദൈവം കർത്താവ് ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ ദേശനിവാസികളോട് ഇന്ന് പൽക്കാലം ഒരിക്കലും കൂടി വിളിച്ചു പറയുന്നുണ്ട്. കർത്താവിന്റെ ദാസനെ ഞാൻ മൈക്കേൽപ്പിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. മൈക്കിൻ്റെ പ്രശ്നം ഓഫ് ചെയ്തായിരുന്നു, മൈക്ക് ഓഫ് ചെയ്തായിരുന്നു. പുള്ളി അല്ല, നമ്മളെ കൈതമറ്റത്ത് ശബ്ദം നമ്മളെ കൊണ്ട് പറയില്ലെന്ന് ആർക്കാണ് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തില്, ഈ നല്ല ചൂടുള്ള ഈ പ്രഭാതത്തില് മണർകാട് പഞ്ചായത്തിന്റെ കൈതമറ്റം എന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ മഹത്വമേറിയ നാമത്തെ ഉയർത്തുവാൻ നൽകിയ ഈ നല്ല സാവകാശത്തിനായി ദൈവത്തിന് ഞാൻ മഹത്വം കരേറ്റുകയാണ്. വീടുകൾക്കുള്ളിലും തെരുവുകളിലും വിവിധ ജോലിയുടെ പ്രാരാബ്ധങ്ങൾക്കിടയിലും കടകളിലും വാഹനങ്ങളിലുമൊക്കെ ആയിരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരായ എല്ലാ ദേശവാസികൾക്കും
ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ ധരണത്തിൽ ഓർപ്പിക്കുകയാണ്. അനുഗ്രഹമേറിയ ഈ മുഹൂർത്തം നിങ്ങൾ ഈ ശബ്ദ മാധ്യമത്തിന്റെ ശ്രവണ പരിധിയിലേക്ക് നൽകുന്ന നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ജീവചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാക്കി മാറ്റുവാൻ കഴിയും എന്ന് ആധികാരികതയോടെ എനിക്കിത് പറയുവാൻ കഴിയും. കാരണം ഈ ശബ്ദം ഭൂമിയുടെ 7 വൻകരകളിലും ഒരേ സമയം മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മഹത്വമേറിയ മനോഹരമായ ഈ നാമം ഉയർത്തപ്പെട്ട സകല സ്ഥലങ്ങളിലും ഇരുൾ മാറി വെളിച്ചം വീശുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഈ സന്ദേശം ഇരുണ്ട വൻകരകളെ പ്രഭാപൂരിതമാക്കി തീർത്തു. നരഭോജികളായ മനുഷ്യരെ നരസ്നേഹികളാക്കി മാറ്റി. തകർന്നുടഞ്ഞവർക്ക് ഒരു പുതിയ ജീവിതം പ്രദാനം ചെയ്തു. പ്രതീക്ഷകൾ അറ്റുപോയവർക്ക് പ്രതീക്ഷയുടെ പുത്തൻ ചിറകുകളെ വെച്ച് പിടിപ്പിച്ച മനോഹരമായ ഒരു കാവ്യാത്മകമായ സന്ദേശമാണ് ഇന്നിവിടെ ഉയർത്തിക്കാട്ടുവാനിടയാകുന്നത്. എന്റെ സഹയാത്രികർ, എന്റെ സ്നേഹിതർ പ്രാരംഭമായി ആ സ്നേഹത്തിന്റെ ആ വാദ്യവാക്കുകൾ ഉരുവിട്ട് കഴിഞ്ഞു. അതിൽ നിന്നുകൊണ്ട് തന്നെ ഞാനും ഇതിന്റെ ബാക്കി ഭാഗമായി വരുന്ന ഒരു 15 മിനിറ്റ് നിങ്ങളോട് ഈ ശബ്ദ സീമയിൽ ശ്രവിക്കുന്ന പ്രിയമുള്ളവരോട് ഹൃദയംഗമായി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായി മുഖവരകളില്ലാതെ ഞാൻ പറയട്ടെ, മുൻവിധികളില്ലാതെ നിഷ്കളങ്ക ഹൃദയത്തോടെ ഒരു തുറന്ന മനസ്സോടെയാണ് ഈ ശബ്ദം ശ്രവിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി പരിണമിക്കും. അല്ല, മുൻവിധികളോടെ കേട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ സ്വതം അത് വിമർശനത്തിന് കാരണമാകുന്ന ഒരു സംഭാഷണം മാത്രമായി അവരുടെ ജീവിതത്തിൽ അത് മാറുകയും ചെയ്യും. ഞാൻ ഇന്നിവിടെ പ്രസ്താവിക്കുന്നത് മാനവകുലത്തിന് നൽകപ്പെട്ട ഒരു മഹാസന്തോഷത്തെ പറ്റിയാണ് പറയുന്നത്. കാരണം അതിനാധാരമായി ഞാൻ എടുക്കുന്നത് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ, എന്റെ ചരിത്രത്തെ മാറ്റിയ ഒരു അത്ഭുത സ്നേഹത്തെ പറ്റിയാണ്. അത് വിശുദ്ധ ബൈബിളിൽ സുവിശേഷത്തിന്റെ ആദ്യഖണ്ഡത്തിൽ ഇപ്രകാരമാണ് അത് പറയുന്നത്: സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു എന്ന് ദൂതൻ പറഞ്ഞ വാക്കാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ശബ്ദസീമയിൽ ശ്രമിക്കുന്ന സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ്. സർവ്വജനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചു, ഞാൻ ഇന്ന മതാചാരത്തിൽ വളർത്തപ്പെട്ടു, ഞാൻ ഇന്ന പശ്ചാത്തലത്തിലുള്ള വ്യക്തിയാണ്. നോ 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 എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഏത് വിഭാഗത്തിൽ ജനിച്ചാലും, ഏത് നിറത്തിൽ, ഏത് വർണ്ണത്തിൽ, ഏത് ആചാരാനുഷ്ഠാനങ്ങളുടെ കീഴിലാണേലും നമ്മൾ മനുഷ്യരാണ്. സർവ്വ ജനത്തിനകത്തും ഉൾപ്പെടുന്ന മനുഷ്യരാണ്. അത് ഇഹലോകത്തെ നോക്കി ഇന്ന മതത്തിന്റെ വക്താവ് എന്ന നിലയിൽ പ്രസ്താവിച്ച ഒരു മഹാനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. സർവ്വജനത്തിനും വേണ്ടി തന്റെ പ്രാണനെ നൽകുവാൻ താഴ്ന്ന ലോകത്തേക്ക് വിട്ടുവിട്ടിറങ്ങി വന്ന മനുകുലജാതനായി തീർന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ നസ്രയനായ യേശു ക്രിസ്തുവിനെ പറ്റിയത്രേ ഞാൻ ഇന്നിവിടെ പ്രസ്താവിക്കുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ദൂതൻ പറഞ്ഞൊരു വാക്കാണ് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. അതെ, ഇന്ന് ആ കർത്താവായി യേശു ക്രിസ്തു ആരുടെയൊക്കെ ഉള്ളങ്ങളിൽ വന്നിട്ടുണ്ടോ അവർക്ക് മഹാസന്തോഷം ഉണ്ടാകാനിടയായിട്ടുണ്ട്. എന്നെ ശബ്ദസീമയിൽ ശ്രമിക്കുന്ന ആരെങ്കിലും ഹൃദയം തകർന്ന് നുറുങ്ങി ഭാരത്തോടെ കേൾക്കുന്നുവെങ്കിൽ, രോഗിയായി കേൾക്കുന്നുവെങ്കിൽ, അഡിക്ഷനുകളിൽ പെട്ട് കേൾക്കുന്നുവെങ്കിൽ, കുടുംബ സമാധാനമില്ലാതെ ഭാരത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആധികാരികതയോടെ അത് ഓർപ്പിക്കും. കർത്താവായി യേശു ക്രിസ്തു നിന്റെ മഹാസന്തോഷം നിന്റെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുവാനായി കടന്നു വന്ന ദൈവത്തിന്റെ പൊന്നോമന കുമാരനാണ്. ആ കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ ഉള്ളങ്ങളിലേക്ക് ഏറ്റെടുക്കപ്പെട്ട ജനജീവിതങ്ങളുടെ ചരിത്രം മാറി. എളിയവനായിരുന്നവൻ, കുപ്പയിൽ കിടന്നവൻ, അങ്ങനെ ജീവിതത്തിന്റെ ദാനാതുറങ്ങളിൽ അധകൃതപ്പെട്ട് അസംതൃപ്തിയുടെ ആ അടിമത്വങ്ങളിൽപ്പെട്ട്, ജീവിത പീഡനങ്ങളിൽപ്പെട്ട്, തകർന്നുടഞ്ഞ് പ്രതീക്ഷകൾ അറ്റുപെട്ട് പോയ പല ജീവിതങ്ങളും ഈ യേശുവിന്റെ സ്നേഹത്തെ മാർവോട് ചേർത്തപ്പോൾ, അല്ലെങ്കിൽ ഹൃദയം തുറന്ന് ക്ഷണിച്ചപ്പോൾ അവരുടെ ജീവിതം അതേ സ്തോത്രം പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് പറന്നുയരുവാൻ, സമൂഹത്തിൽ മാന്യതയുള്ള ഒരു ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ദൈവം അവരെ സഹായിച്ചു. അതുകൊണ്ട് ഇന്നിത് പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ്, ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയറ്റവരായി കേൾക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർന്നുടഞ്ഞിരിക്കുകയാണ്, നിരാശയുടെ കയങ്ങളിലാണ്, നിങ്ങൾ മുൻവിധികളില്ലാതെ യേശുവേ എന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് വിളിച്ചാൽ, ഈ മഹാസന്തോഷം എനിക്കൊന്ന് രുചിക്കണം, അനുഭവിക്കണം എന്ന ആഗ്രഹത്തോടെ വിളിച്ചാൽ, ഈ നല്ലവനായ കർത്താവ് മുഖപക്ഷമില്ലാതെ ഭേദമന്യേ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവൻ കടന്നു വരികയും നിങ്ങളുടെ ജീവചരിത്രത്തിന് ഒരു പുതിയ പ്രതീക്ഷ പകരുകയും ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരിക. അതെ, ദൂതൻ പറഞ്ഞു സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള
മഹാസന്തോഷം. ആ മഹാസന്തോഷം ഈ ഭൂമിയിലേക്ക് വീഴുന്നു. യോസഫിന്റെയും മറിയയുടെയും മകനായി അതെ ആ പുൽത്തൊട്ടിലിൽ ആ പിറക്കപ്പെട്ട ആ ഏകജാതനായ പുത്രൻ ചരിത്രത്തെ മാറ്റിയത് നമുക്ക് കാണുവാൻ കഴിയും. അതെ പ്രിയമുള്ളവരെ, അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് സമ്പന്ന കുലങ്ങളിലല്ല, കൊട്ടാരങ്ങളിലല്ല അവൻ പിറന്നു വീണത്. അവന്റെ പിറവി തെരുവീതിയിലായിരുന്നു. അവൻ പിറന്നതിന് ശേഷം ശീലയിൽ പൊതിഞ്ഞവനെ പശുക്കളുടെ പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് ചരിത്രം പറയുന്നു. അതെ, അവൻ സമ്പന്നനായി ഈ ഭൂമിയിലേക്ക് വന്നതല്ല. അതിന്റെ കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, എന്റെ ദാരിദ്ര്യത്താൽ അതെ സമ്പന്നത വെടിഞ്ഞത്, ഞാൻ ദാരിദ്ര്യം സ്വീകരിച്ചത് ദരിദ്രരായ നിങ്ങളെ സമ്പന്നമാക്കേണ്ടതിന്, അവന്റെ ദാരിദ്ര്യത്താൽ അവനിൽ വിശ്വസിക്കുന്നവനെ സമ്പന്നമാക്കി മാറ്റേണ്ടതിന്. അതെ, അവൻ ദരിദ്രനായി പിറന്നത്. സർവവും ചമച്ചവൻ ഇതാ പുൽത്തൊട്ടിലിൽ കിടക്കുന്നു. ഒന്നുമില്ലാത്ത ഒരു ലേശം തുണിയിൽ, കീറത്തുണിയിൽ പൊതിയപ്പെട്ടവനായി ഒരു ദരിദ്രനേക്കാൾ താഴ്ന്ന നിലയിൽ അവൻ പിറക്കപ്പെട്ടുവെങ്കിൽ അത് ചരിത്രത്തിൽ എന്റെയും നിങ്ങളുടെയും ദുരിതവും ദാരിദ്ര്യവും ദുഃഖവും അതെ ആത്മീകമായ ശോഷണവും മാറ്റി നമ്മെ സമ്പന്നമാക്കുവാൻ വേണ്ടി അത്രേ അവൻ ആ ത്യാഗം സഹിച്ചത്. അതെ, ആ കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയുടെ പരപ്പിൽ 33.5 വർഷക്കാലം ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടം കൊണ്ട് അവൻ തെളിയിച്ചു. അതെ, അവൻ ഇപ്രകാരമാണ് അവന്റെ സുവിശേഷ പ്രസംഗം അവൻ തുടങ്ങുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ടു സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് യേശു തമ്പുരാൻ പറഞ്ഞുകൊണ്ടാണ് തന്റെ സുവിശേഷ യാത്ര തുടങ്ങുന്നത്. ഇന്ന് പകലിലും കൈതമറ്റം ദേശത്തോട് വിളിച്ചു പറയുവാൻ എനിക്കുള്ളതും അതുതന്നെയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം എന്നതിനെ പറ്റി വിശുദ്ധ ബൈബിൾ പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തു അത്രേ ഞങ്ങളുടെ സുവിശേഷം. അതെ, സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ സുവിശേഷത്തിലാണ് വിശ്വസിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തീയ വിഭാഗമല്ല. സുവിശേഷം എന്ന് പറയുന്നത് പെന്തിക്കോസുകാരല്ല, ആരുടെയും കുത്തകയല്ല. സുവിശേഷം എന്ന് പറയുന്നത് നല്ല വിശേഷമാണ്. എന്താണ് നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ, അതെ, യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പൊന്നോമനക്കുമാരൻ ഈ താഴ്ന്ന ലോകത്തിലേക്ക് വന്നിട്ട് പിശാചിന്റെ അടിമനുഖങ്ങളിൽ കുടുങ്ങിക്കിടന്ന മാനവരാശിക്ക് വിമോചനം നൽകിയ ആ മനോഹര സന്ദേശം. ദുരിതക്കയങ്ങളിൽ പെട്ടുപോയ, പാപത്തിന്റെ ആഴക്കയങ്ങളിൽ പെട്ടുപോയി പിശാച് അടക്കി വാണ, പിശാചിന്റെ ഇരുണ്ട തടവറകളിൽ ചെങ്ങലകളാൽ ബന്ധിതമായി പോയ ജീവിതങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട്, അവരുടെ ബന്ധനങ്ങളെ അറുത്ത് ഇരുട്ടിന്റെ മറവിൽ നിന്നവരെ സ്വതന്ത്രമാക്കിക്കൊണ്ട് ദിവ്യപ്രഭയായ ക്രിസ്തുവിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് പുതിയ മാനം നൽകുന്ന സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷത്തിന്റെ പ്രത്യേകത, അതെ, കർത്താവായ യേശു ക്രിസ്തു പറയാ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതെ, യേശുയുടെ വെളിച്ചമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ചില സിദ്ധന്മാരുണ്ട്. പല രാജ്യങ്ങൾക്കും ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ചവരുണ്ട്. അവരെ പറ്റിയൊക്കെ വാനോളം പുകഴ്ത്തി അറത് രാജ്യങ്ങൾ പറയുമെങ്കിൽ 7 അങ്കരകൾക്കും ഒരുപോലെ പ്രവചൊരിഞ്ഞ, മനുകുലത്തിന് മുഴുവനായി പ്രവചൊരിഞ്ഞ മാനവകുലജാതനെ പറ്റിയാ ഞാൻ പറയുന്നത്. അവൻ സർവ്വജനത്തിനും പ്രഭ പകരുന്നവനാ. അവൻ ഏതെങ്കിലും ഒരു മതത്തിന് പ്രഭ നൽകുന്നവനല്ല, ഏതെങ്കിലും ഒരു നിറക്കാർക്ക് പ്രഭ നൽകുന്നവനല്ല. അവൻ മാനവകുലത്തിന് മുഴുവൻ പ്രകാശം പകരുന്നു. അതാ പറയുന്നത്, സ്വതം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. ഇന്ന് പകലെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇരുട്ടിലിരിക്കുന്ന ജനം ഈ സദ്വർത്തമാനം കേൾക്കുന്നുവെങ്കിൽ ഹൃദയം തുറന്നേശുവേ എന്ന് വിളിച്ചാൽ നിന്റെ ഇരുളുകളെ മാറ്റി, പാപബന്ധിതമായ ഇരുളുകളെ മാറ്റി, അതെ, അനുഗ്രഹീതമായ പ്രഭയെ നിനക്ക് ആസ്വദിപ്പാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു തുടങ്ങിയ വാക്കിതായിരുന്നു, അതെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്തുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് നാം പറഞ്ഞു വരുന്നത്. അതെ, മനുഷ്യൻ കിടക്കുന്നത് ഇഹലോകത്തിന്റെ അധിപതിയായ പിശാചിന്റെ അടിമത്വത്തിൽ. എങ്ങനെ അവൻ അടിമത്വത്തിനായി? എന്റെ സഹയാത്രികൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായത് പാപത്തിൽ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന സകല മനുഷ്യനും പാപിയായിട്ടാണ് പിറന്നു വീണിരിക്കുന്നത്. എങ്ങനെ പാപം മനുഷ്യനിൽ പ്രവേശിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ, ദൈവത്തിന്റെ ഇമേജായ ആദ്യ മനുഷ്യനായ ആദം ഹൗവയിലൂടെ ദൈവത്തോടുള്ള അനുസരണക്കേടിനാൽ
വാഗ്ദത്തമായി ഏദനിൽ നിന്ന് പുറത്താക്കപ്പെടുവാനിടയായി തീർന്നു. ശാപം മനുഷ്യനുമേൽ വീണു. ദൈവത്തോടുള്ള അനുസരണക്കേട് പാപമാണ്. ദൈവത്തോടുള്ള അനുസരണക്കേട് ശാപമാണ്. ദൈവത്തോടുള്ള അനുസരണക്കേട് നിന്റെ ജീവിതത്തിന്റെ അലംബനമാണ്. ദൈവത്തോടുള്ള അനുസരണക്കേട് നിത്യ നാശമാണ്. പ്രിയ സ്നേഹിത, എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നതോ നിന്റെ ജീവിതത്തിന്റെ ശാപബന്ധനങ്ങളെ അഴിക്കുവാൻ, നിന്റെ പാപങ്ങളെ പൊറുക്കുവാൻ, നിന്റെ തകർച്ചകളെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുവാൻ, നിന്റെ ആത്മാവിന് നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ അവനോടുള്ള അനുസരണം സാധ്യമാക്കി തീർക്കും. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ഈ തെരുവിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാലം തികഞ്ഞിരിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതോടുകൂടി ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുക. ഇനി ദൈവരാജ്യത്തിലേക്കുള്ള ഒരു അംഗത്വം അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനം, ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുക എന്നുള്ളതിന് ഞാനും നിങ്ങളും ബന്ധപ്പെടേണ്ട കാര്യമില്ല. നേർച്ച കാഴ്ചകൾ വെക്കേണ്ട കുന്നുമലകൾ താണ്ടേണ്ട മെഴുകുതിരികൾ കത്തേണ്ട വെടിക്കെട്ടുകൾ പൊക്കേണ്ട പൂത്തിരികൾ കത്തിക്കേണ്ട മുത്തിക്കുടകൾ ചൂടേണ്ട തെരുവുകളിൽ നഗ്നവാതരായി നടന്ന കാലുകളിലെ അതേ തോലുകൾ പറ്റിക്കേണ്ട, അതേ നീ പട്ടിണി കിടന്ന് നിന്റെ ദേഹത്തെ ദണ്ഡിപ്പിക്കേണ്ട, അതെ യേശുവേ എന്ന് വിളിച്ചാൽ സകല പാപങ്ങളും അവൻ ക്ഷമിക്കും. തിരുവചനം പറയുക, നിന്റെ യാതൊരു പ്രായശ്ചിത്ത കർമ്മങ്ങളോ നേർച്ച കാഴ്ചകളോ സമ്പത്തോ വേണ്ട. ഹൃദയം തുറന്നുകൊണ്ട് ഒരുവൻ വിളിച്ചു പറയുക, യേശുവേ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ എന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ സ്വീകരിക്കണമേ, നീ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞാൽ ഒരുവൻ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനിടയായി തീരും. അതെ, കർത്താവ് ആഗ്രഹിക്കുന്നത്, അതേ പ്രിയമുള്ളവരെ, അതാണ് അടിമ നുഖത്തിൽ നിന്നുള്ള വിമോചനത്തിനായി നീ ഹൃദയം തുറന്ന് യേശുവെ സ്വീകരിക്കണം എന്നാണ് കർത്താവ് ആഹ്വാനം ചെയ്തത്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം, തടവറയിൽ നിന്നുള്ള വിമോചനം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു വിമോചനം, അതത്രേ സുവിശേഷം നൽകുന്നത്. സുവിശേഷം സ്വാതന്ത്ര്യമാണ് പ്രഖ്യാപിക്കുന്നത്. ബന്ധിക്കപ്പെട്ട ജനത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് സുവിശേഷം. ആ സുവിശേഷത്തിലൂടെ നിന്റെ ജീവചരിത്രം മാറും. കർത്താവ് ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ തെരുവിൽ മുഴങ്ങപ്പെടുമ്പോൾ, പ്രിയ സ്നേഹിത, നീ യേശുവിനെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം ആ സത്യ സുവിശേഷത്തിലൂടെ ഗ്രഹിച്ച് നിത്യജീവന്റെ ഭാഗമായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. അതെ, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. കർത്താവ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. ഇന്ന് യേശു ക്രിസ്തുവിനെ ഹൃദയം തുറന്ന് ഏറ്റെടുക്കുന്നവർക്ക് ആ ദൈവരാജ്യത്തിന്റെ ഭാഗമാകുവാൻ കഴിയും. ദൈവരാജ്യത്തിന്റെ ഭാഗമാകണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുവാൻ കാര്യം, നീ ജനിച്ചു വീണ മണ്ണിന് ആയുസ് എത്രയുണ്ടെന്നറിയാമേല. ഈ ഭൂമിയും ഈ കാണുന്ന പ്രപഞ്ചഗോളങ്ങളുമൊക്കെ ഒരു കാലഘട്ടം ചാമ്പലായി പോകും. ഇതിന്റെയൊക്കെ നിലനിൽപ്പിനും അസ്തിത്വത്തിനും പരിമിതികളുണ്ട്. ഈ കാണുന്ന സൂര്യന് വരെ എക്സ്പയർ ഡേറ്റ് ഉണ്ട്. ഈ കാണുന്ന സകലത്തിനും എക്സ്പയർ ഡേറ്റ് ഉണ്ട്. എനിക്കും നിങ്ങൾക്കും ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെ ആയുസ്, അല്ല നീ 100 വരെ ജീവിച്ചോട്ടെ. എന്തായിരുന്നാലും തിരുവചനം പറയുന്നത്, ഒരു മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ എന്ന. ഉറപ്പില്ലാത്ത കാലഘട്ടം, ഉറപ്പില്ലാത്ത പ്രപഞ്ചം, ഉറപ്പില്ലാത്ത മനുഷ്യജീവിതം, ഉറപ്പില്ലാത്ത ചരാചരങ്ങൾ, അതിന്റെ നടുവിൽ നിന്നെ സൃഷ്ടിച്ച സൃഷ്ടിതാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവന്റെ വഴിയിലേക്ക്, നിത്യതയുടെ വഴിയിലേക്ക് തിരിയുവാനുള്ള ആഹ്വാനമാണ് സുവിശേഷം. സുവിശേഷം കൊണ്ട് സംഭവിക്കുന്നത് നശ്വരമായ ഈ ജീവിതം അനശ്വരമാക്കി മാറ്റുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരു മൃഗം ജനിച്ച്, അല്ലെ ഒരു പക്ഷി ജനിച്ച് ഈറ്റി നിന്ന് കിടന്നുറങ്ങി വളർന്ന് പന്തലിച്ച് അത് അസ്തമിച്ചു പോകുന്നത് പോലെ മനുഷ്യ ജീവിതം പോകുവാനുള്ളതല്ല. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാ. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകർന്നിട്ടുണ്ട്. ആ ആത്മാവിനെ തിരികെ ഏൽപ്പിച്ചവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അനുഭവമാണ് നിത്യജീവനിലേക്കുള്ള പ്രവേശനം അഥവാ നിത്യരക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷയിലേക്കാണ് ദൈവം മനുഷ്യനെ സ്വാഗതം ചെയ്യുന്നത്. അതെ, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, നിന്റെ ശരീരമല്ല, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്. ഈ ശരീരം ഒരു വസ്ത്രം ഊരിയിടുന്നത് പോലെ 80 വർഷങ്ങൾ അല്ലെങ്കിൽ 100 വർഷങ്ങൾക്കപ്പുറം ഈ ശരീരം മണ്ണിൽ അലിഞ്ഞു ചേരുകയും ഇതിനുള്ളിൽ വസിക്കുന്ന ആത്മാവ് പറന്നുയർന്നു പോവുകയും ചെയ്യുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുക. അപ്പോൾ ഈ ആത്മാവ് എവിടേക്ക് പോകുന്നു എന്നുള്ളതാ വിഷയം. ഈ ആത്മാവിനെ സ്വീകരിപ്പാൻ, ഈ ആത്മാവിന് വേണ്ടി ഒരു പറുദീസ ഒരുക്കുവാൻ, അതിനുവേണ്ടി അത്ര ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പാപബന്ധിതമായി നാശയോഗ്യരായ മനുഷ്യന് ആത്മാവിനെ നിത്യതയെ ഒരുക്കുവാൻ വേണ്ടി ഈ താഴ്ന്ന ലോകത്തേക്ക് ദൈവത്തിന്റെ പൊന്നോമന കുമാരൻ ഇറങ്ങി വന്നത്. അതെ, മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലങ്ങളെ തന്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ പരിണിത ഫലമായ മരണത്തെയും ശാപത്തെയും കാൽവരിയുടെ കൊലക്കളത്തിൽ അവർ ഏറ്റുവാങ്ങി.
അതേ പ്രിയമുള്ളവരെ, പാപം എന്തെന്നറിയാത്ത പരിശുദ്ധനും നീതിമാനും നിഷ്കളങ്കനുമായിരുന്ന എന്റെ പൊന്നു യേശു തമ്പുരാൻ അത് ഗവദായുടെ കൽത്തളങ്ങൾ മുതൽ അത് പാലസ്തീന്റെ പച്ചവിരിച്ച മൺപാതയിലൂടെ പച്ചമര കുരിശും ബന്ധിക്കൊണ്ട് കാൽവൽ ഗോൽഗോത്ത മലയുടെ കുന്നിലേക്ക് കയറി പോകുമ്പോൾ ചട്ടവാറുകൾ അവന്റെ പുറത്തേക്ക് കാഞ്ഞാഞ്ഞു വീശുമ്പോൾ ശരീരത്തിൽ നിന്ന് തെറിച്ച മാംസങ്ങളും മാംസകഷണങ്ങളും ആ രക്തം ധാരധാരയായി ഒഴുകിയതും എന്തിനായിരുന്നു? അവൻ സഹിച്ച പീഡാനുഭവങ്ങൾ മാനവകുലമേ നമുക്ക് വേണ്ടിയുള്ളതായിരുന്നു. നമ്മുടെ പാപത്തിന്റെ പരിണിത ഫലമായിരുന്നു അവൻ ശരീരത്തിൽ ഏറ്റെടുത്ത ദണ്ഡനം. പാപത്തിന്റെ പരിണിത ഫലമായി നിങ്ങളും ഞാനും അനുഭവിക്കേണ്ട ശിക്ഷയെ ഏറ്റെടുത്ത കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ഇപ്രകാരം ഒരു വാക്ക് പറഞ്ഞു, സകലതും നിവർത്തിയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം കാൽവരിയിൽ ഏറ്റെടുത്തുകൊണ്ട് പരമയാഗമായി തീർന്നുകൊണ്ട് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ ആ കർത്താവ് പറയുക, മകനെ മകളെ, നീ ഇനിയും ഒന്നും പാപത്തിന് പരിഹാരമായി ചെയ്തു തീർക്കേണ്ട, ഞാൻ സകലതും തീർത്തു, നീ എന്നിൽ വിശ്വസിക്കുക. അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം. അതെ, സുവിശേഷം എന്ന് പറയുന്നത് പാപത്തിന് പരിഹാരം കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ വരുത്തി എന്നുള്ളതും മനുഷ്യൻ പാപവിമോചനത്തിന് വേണ്ടി ക്രിസ്തുവിനെ ഹൃദയം തുറന്ന് ക്ഷണിക്കുക എന്നുള്ളതുമാണ് സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം. ആ സുവിശേഷം ഹൃദയത്തിൽ ഏറ്റെടുത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന്റെ ജീവിതത്തിൽ അവന്റെ ജന്മപാപങ്ങളും അവന്റെ കൈകൾ പ്രവൃത്തിയുടെ ഫലമായി വന്ന പാപങ്ങളും സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തുവാനിടയായിത്തീരും. ആ പാപത്തിന്റെ പരിഹാരത്തിലൂടെ അവന്റെ പുണ്യാഗരക്തത്തിന്റെ കഴുകലിലൂടെ നീ പാപവിമോചിതനായി നിത്യജീവന്റെ അവകാശിയായി തീരും. ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, എനിക്കറിയാം ഇത്രയും നേരം സംസാരിച്ചത് കേട്ടു നിൽക്കാനുള്ള ക്ഷമയൊന്നും നിങ്ങൾക്കില്ല. എന്തൊക്കെയോ പുലമ്പി പോയി. പക്ഷെങ്കിൽ ആ കേട്ടുപോയ വാക്കുകൾക്കിടയിൽ ഒന്നെങ്കിലും നിന്റെ ഹൃദയത്തെ തൊട്ടിട്ട് യേശുവേ എന്ന് വിളിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ നിന്റെ ജീവചരിത്രം മാറുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് സുവിശേഷമാണ്. കർത്താവായ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചുവെന്നും അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്നും ഓർമ്മിപ്പിക്കുവാൻ വന്നതാ. അതിന്റെ കൂടെ ഒരു ബോണസ് എന്ന് പറഞ്ഞതുപോലെ രണ്ടു വാക്കുകളൂടെ പറഞ്ഞു ഞാൻ നിർത്തുക. ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരുവനും പിച്ചയെടുത്ത് നടന്ന ചരിത്രമില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരുവനും രോഗിയായി ദണ്ഡിക്കപ്പെട്ട് ചരിത്രം മാറിയിട്ടില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരുത്തരും ലോകത്ത് അപമാന ഘോലമായി തകർന്നുടഞ്ഞു പോയിട്ടില്ല. മദ്യപാനി യേശുവെ സ്വീകരിച്ചു. അവൻ പൂർണ്ണമാ മാനസാന്തരത്തോടെ അവൻ അനുഗ്രഹീതനായി പാർത്തു. രോഗബന്ധനങ്ങളിൽ കിടന്നവർ യേശുവെ സ്വീകരിച്ചു. രോഗബന്ധനങ്ങൾ അഴിയപ്പെട്ടവരായി ആരോഗ്യത്തോടെ ജീവിച്ചു. കുടുംബ സമാധാനമില്ലാത്തവർ യേശുവെ സ്വീകരിച്ചു. അവരുടെ കുടുംബങ്ങൾ സ്വർഗമാക്കി തീർത്തു. അതെ, ജീവിതം തകർന്നുടഞ്ഞവർക്ക്, ഏത് കുലങ്ങളിൽ പെട്ടവർക്കും ഓടി വന്ന് ആശ്രയിക്കാൻ കഴിയും. മെഡിക്കൽ കോളേജിൽ പോകേണ്ട, ട്രീറ്റ്മെന്റിന് വേണ്ടി വസ്തുവകകൾ വിറ്റ് നീ ജീവിതം തുലയ്ക്കേണ്ട. അതെ, നീ സമാധാനത്തിനായി ആശ്രമങ്ങൾ കയറിയിറങ്ങേണ്ട, ചരടുകൾ കെട്ടി നീ മയങ്ങേണ്ട. അതെ, കാലത്തിന്റെ പേക്കൂത്തുകൾക്ക് നീ അടിമയാകേണ്ട. അതേ, സ്വാതന്ത്ര്യത്തിനായി വിളിച്ചവൻ പറയുക, നിന്റെ സകല ബന്ധനങ്ങളെയും ഞാൻ അഴിക്കാം. അതെ, കർത്താവായ യേശു ക്രിസ്തു പാപബന്ധമായ സകല കെട്ടുകളെയും അഴിച്ച് നിങ്ങളെ സ്വതന്ത്രമാക്കും. അതെ, രോഗത്തിൽ നിന്നുള്ള വിമോചനം, സാമ്പത്തിക തകർച്ചയിൽ നിന്നുള്ള വിമോചനം, കുടുംബ തകർച്ചയിൽ നിന്നുള്ള വിമോചനം, വ്യക്തിപരമായ അഡിഷനുകളിൽ നിന്നുള്ള വിമോചനം, ലഹരികളിൽ നിന്നുള്ള വിമോചനം. അതെ, ഇതിനൊക്കെ പരിഹരിക്കാൻ കഴിയാത്ത എല്ലാ ബലഹീനതയും പരിഹരിച്ച് അവൻ നിന്റെ പൊന്നോമന പുത്രനാക്കി തീർക്കുന്ന മനോഹര അനുഭവം സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് ആധികാരികതയോടെ ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്താണ് അതിൽ വിശ്വസിക്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ ദൈവ പൈതലായി തീരുമെന്ന് പരിശുദ്ധ ബൈബിൾ പറയാം. അതാണ് സുവിശേഷത്തിന്റെ ആകത്തുകയായിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറുമെന്ന് പറയുന്നത്. കർത്താവിനെ നീ ഒരുവൻ സ്വീകരിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവ് ഉറക്കെ പ്രഖ്യാപിക്കുക. അതുകൊണ്ട് കുടുംബത്തിൽ ആരെങ്കിലും മാനസാന്തരപ്പെട്ടില്ലെന്ന് വിഷമിക്കേണ്ട. നിങ്ങൾ ഹൃദയം കൊടുത്താൽ ആ കുടുംബം ഒന്നടങ്കം രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീരുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുക. അതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം. റോമാലേഖനം അതിന്റെ 10-ാം അധ്യായം 8 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവ മക്കളാകുവാനുള്ള പദവി അവകാശം കൊടുത്തു. ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളൊന്ന് ഹൃദയം തുറന്ന് വിളിച്ചു പറയണം, കർത്താവേ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എന്റെ ഹൃദയത്തിലേക്ക് കർത്താവായി വരണമേ എന്ന് ഹൃദയം കൊണ്ടൊന്ന് ക്ഷണിച്ചാൽ, ഇന്ന് ആ ഒരൊറ്റ വാക്ക് ഹൃദയത്തിൽ വിശ്വസിച്ചത് നാവ് കൊണ്ടൊന്ന് ഉരവിട്ടാൽ നിങ്ങൾ ദൈവ മക്കളായി തീരും എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അങ്ങനെ അനുഗ്രഹീതമായ പദവി അലങ്കരിക്കുവാൻ എന്നെ ഈ ശബ്ദസീമയിൽ ശ്രമിച്ച എല്ലാ മാന്യ സഹോദരങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. അത് പറയാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. തിരുവചനം പറയുന്നു, ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിക്കുവാൻ
ഏക നാമം, അത് കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നിത്യജീവനെ അവകാശമാക്കി ഈ ഭൂമിയിൽ ആനന്ദത്തോടെ ജീവിപ്പാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കൈതമറ്റ നിവാസികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്റെ സഹപഠനത്തിന് മൈക്ക് കൈമാറുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ കാലം ഈ കൈതമറ്റ നിവാസികളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വൻ സംസാരിപ്പാൻ ദാസനെ നീ അധികാരപ്പെടുത്തിയല്ലോ. ഇന്ന് ഈ മൈക്ക് പരിധിയിൽ കേട്ടായിരിക്കുന്ന ജനമേ, ഇന്ന് ഈ രാവിലെ കാലം നിങ്ങളോട് മാറ്റമില്ലാത്ത കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മാറ്റമില്ലാത്ത സുവിശേഷം അറിയിപ്പാൻ ഞാൻ കിടയാക്കി തീർന്നു. ഇന്ന് രാവിലെ കാലം ഈ ദേശനിവാസികൾ കേട്ടിരിക്കുന്ന മൈക്കിന് പരിധി കേട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഏതുമായിക്കോട്ടെ, ഒരുപക്ഷെ നിങ്ങളൊരു മദ്യപാനിയായിരിക്കാം, നിങ്ങളൊരു മാറാരോഗിയായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, നിങ്ങളൊരു കടഭാരത്തിൽ മുങ്ങിയൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഇവിടെ അതിനൊരു മോചനമില്ല, ഒരു സമാധാനമില്ല എന്ന് ആരെങ്കിലും ഇന്ന് തൽക്കാലമായിരിക്കുന്ന അവസ്ഥകളായിരിക്കുന്നെങ്കിൽ ഇന്ന് തൽക്കാലം കർത്താവിന്റെ ദാസൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ആർക്കെങ്കിലും ഒരു വിഷയത്തിന് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ല എങ്കിൽ വരാൻ താല്പര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവ് യേശുവേ, എന്റെ വിഷയങ്ങൾക്ക് നീ മറുപടി തരണമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ സകലത്തിന് മതിയായെന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുമ്പോൾ അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ വിഷയത്തിൽ ഏത് വിഷയമായിക്കോട്ടെ അതിന് മറുപടി തരുവാൻ, അതിന് വിടുവിക്കുവാൻ പര്യാപ്തനായ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ ഇന്ന് തൽക്കാലം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ അടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്നൊരു വാക്ക് പ്രാർത്ഥിച്ച് നിങ്ങളൊരു വാക്ക് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മഹാപരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാവിലെ കാലം ഈ കൈതമറ്റ നിവാസികളോട് അവിടുത്തെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിപ്പാൻ എന്റെ ഭക്തനെ നീ കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം ഈ ദേശനിവാസി കേട്ടിലായിരിക്കുന്ന മാറ്റമില്ലാതെ വയനം കേട്ട നിന്റെ ജനത്തെ ഞങ്ങള് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ഏത് വിഷയമാണെങ്കിലും ഇപ്പോൾ തന്നെ ഇറങ്ങി വന്ന് കർത്താവേ, കർത്താവേ, അവർ വിഷയത്തിൽ നീ മറുപടി കൊടുക്കുന്ന ദൈവമാകയാൽ അവരുടെ വിഷയത്തിൽ മറുപടി കൊടുക്കണമേ, സന്തോഷം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ കർത്താവേ. എന്റെ കർത്താവിന്റെ രക്ഷിതാവുന്നതിനുമായി സ്വീകരിക്കാനുള്ള ആവശ്യമായ കൃപ അവരുമേൽ പകരണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഒരു പ്രാവശ്യം കൂടെ ഈ നിവാസികളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സ്ഥാപനം ഈ വീടും ഈ മീറ്റിങ്ങിന് വേണ്ടി ഈ തെരുവിൽ ഞങ്ങൾക്ക് തുറന്നു തന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമനിമിത്തം ഒരു ഗ്ലാസ് തണ്ണീര് കൊടുക്കുകയോ ഒരു വാതിൽ തുറക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് തിരുവചന വാഗ്ദത്തമാണ്. അവിടെ നൽകുന്ന അധികാരത്തിലും അഭിഷേകത്തിലും കർത്താവെ ഈ സ്ഥാപനത്തെയും ഈ ഭവനത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഇനി വരുമ്പോൾ കണ്ട് വലിയൊരു അത്ഭുത സാക്ഷ്യം കേൾക്കുവാനിടയാട്ടെ. ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മണ്ണായി തീരട്ടെ. തകർന്നതിനെയൊന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. മരിച്ച